മദ്യനയവുമായി മുന്നോട്ടെന്ന സർക്കാർ മദ്യനിർമ്മാണശാലയിൽ നിന്നും പിന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ശക്തമായ എതിർപ്പുമായി CPIയും RJDയും. ടിൻഡുദാസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആദ്യം മുതൽ തന്നെ ഈ സഖ്യകക്ഷികൾക്ക് ചില കാര്യങ്ങൾ ഏകപക്ഷീയമായി മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അടക്കം തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന ചില പിണക്കങ്ങളും പരിഭവങ്ങളും നിലനിൽക്കുകയാണ്. മദ്യനയവുമായി മുന്നോട്ട് പോകുന്നു എന്ന സർക്കാർ നിലപാട് മുന്നോട്ട് വരുന്നത്. മദ്യനിർമ്മാണശാലയിൽ നിന്നും പിന്നോട്ട് ഇല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ശക്തമായ എതിർപ്പുമായി സഖ്യകക്ഷികളായ CPIയും RJDയും രംഗത്തുണ്ട്. ടിൻഡുദാസ് ചേരുന്നുണ്ട്. ടിൻഡു, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ചേർന്ന് ഏകപക്ഷീയമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നൊരു പരിഭവം പ്രധാന സഖ്യകക്ഷിയായ CPIക്കും RJDക്കും എല്ലാം ഉണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് വീണ്ടും മദ്യനയവുമായി മുന്നോട്ട് പോകുമെന്ന സർക്കാർ ഉറച്ചൊരു നിലപാടിലേക്ക് കടക്കുന്നത്. എതിർപ്പുകളെ എല്ലാം മറികടന്നുകൊണ്ട് മദ്യനിർമ്മാണശാലയിൽ നിന്നും പിന്നോട്ടില്ല എന്നുകൂടി മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും ദേവിക, ഈ നിർണായകമായിട്ടുള്ള LDF മുന്നണി യോഗം അവസാനിച്ചിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും പുറത്തു വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. മദ്യനിർമ്മാണശാലയിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി മുന്നണി യോഗത്തിൽ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ CPIയും RJDയും മദ്യ ബ്രൂവറി വിഷയത്തിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. കിഫ്ബി ടോൾ തൽക്കാലമില്ല, സ്വകാര്യ സർവകലാശാല വിഷയം സർക്കാർ ചർച്ച ചെയ്ത് തീരുമാനിക്കും തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ന് മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 7:30 LDF കൺവീനർ TP രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇന്ന് ചർച്ചയായ വിഷയം തന്നെ ബ്രൂവറി തന്നെയാണ്. ബ്രൂവറിയിൽ നിന്നും അല്ലെങ്കിൽ എളപ്പുള്ളി മദ്യനിർമ്മാണശാലയിൽ നിന്നും പിന്നോട്ടില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. CPIയും RJD ഇതിൽ ശക്തമായിട്ട് എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ കുടിവെള്ള പ്രശ്നത്തെ ബാധിക്കുന്ന ഏതൊരു വിഷയത്തിലും CPI കൂടെ നിൽക്കില്ല എന്നുള്ളൊരു മറുപടിയാണ് ഈ മുന്നണി യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുമ്പാണ് CPIയുടെ മുഖപത്രമായിട്ടുള്ള ജനയുഗത്തിൽ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് വലിയൊരു ലേഖനം വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ സർക്കാരിൻ്റെ ഇത്തരം തീരുമാനങ്ങളോട് അല്ലെങ്കിൽ ജനങ്ങളെ കുടിവെള്ളത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഈ തീരുമാനത്തിനോട് CPIക്ക് ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്ന രീതിയിലൊരു ലേഖനം പുറത്തു വന്നത് വലിയ വാർത്തയൊക്കെ ആയിരുന്നു. ആ സംഭവത്തിലൂടെയാണ് ഇത്തരത്തിൽ ഈ ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട CPIയും CPMും അല്ലെങ്കിൽ സർക്കാരുമായിട്ട് രമ്യതയല്ല എന്നൊരു വാർത്ത പുറത്തു വരുന്നത്. അതിനുശേഷമായിരുന്നു എക്സൈസ് മന്ത്രി MP രാജേഷ് ഇവിടെ എത്തി, അതായത് MN സ്മാരകത്തിലെത്തി ബിനോയ് വിശ്വവുമായിട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ ബിനോയ് വിശ്വം അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ഈ ബ്രൂവറി വിഷയത്തിൽ ചർച്ച നടന്നിട്ടുണ്ട് എന്നുള്ളത് പുറത്ത് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ ജനങ്ങളെ കുടിവെള്ളം ബുദ്ധിമുട്ടിക്കുന്ന ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ടിലോട്ട് പോകാൻ സാധിക്കില്ല. അത് ഏത് സർക്കാർ തന്നെയാലും അത്തരത്തിലുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള ഒരു വിവരമാണ് പുറത്തു വന്നത്. എന്തായാലും ഇന്ന് നടന്ന നിർണായകമായിട്ടുള്ള LDF യോഗത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് ബ്രൂവറി വിഷയം തന്നെയാണ്. ബ്രൂവറി വിഷയത്തിൽ അല്ലെങ്കിൽ എളപ്പുള്ളി മദ്യനിർമ്മാണശാലയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. ആ തീരുമാനത്തിൽ നിന്നും പിന്മാറുകയില്ല എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. അതോടൊപ്പം തന്നെ കിഫ്ബി യൂസർ ഫീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതൊക്കെ ഒരു പ്രപ്പോസൽ വന്നിട്ടുള്ളൂ. ഭാവിയിൽ ആ വിഷയങ്ങൾ നടപ്പിലാക്കേണ്ടി വരുമെന്ന സൂചനകൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിലൊരു അഭിപ്രായം പറയേണ്ടുള്ള ഘട്ടമായിട്ടില്ല. ആ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. ആ വിഷയം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ ഭാവിയിൽ ഇത്തരത്തിൽ കിഫ്ബി ടോൾ അതോടൊപ്പം തന്നെ യൂസർ ഫീ തുടങ്ങിയവ ഭാവിയിൽ നടത്തിയാൽ മാത്രമേ സാമ്പത്തികമായിട്ട് സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അപ്പോൾ ആ ഘട്ടത്തിൽ അത് പ്രപ്പോസൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന ഒരു കാര്യത്തിൽ നിലവിൽ അഭിപ്രായം പറയേണ്ട, ഒരു ഒപ്പീനിയൻ പറയേണ്ട കാര്യമില്ല. അത് ഭാവിയിൽ ഒരു പ്രപ്പോസലായിട്ട് വരികയാണെങ്കിൽ ആ സമയത്ത് നിലപാടുകൾ അറിയിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാം. CPIയും അതോടൊപ്പം RJD ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം സ്വകാര്യ സർവകലാശാല വിഷയമാണ്. സ്വകാര്യ സർവകലാശാല വിഷയം പ്രധാനമായിട്ടും മന്ത്രിസഭ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ആ വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് അത് തീരുമാനമുണ്ടാക്കും. എന്തായാലും ബ്രൂവറി വിഷയത്തിലും വലിയ എതിർപ്പ് CPIയുടെ ഭാഗത്തുനിന്നും RJDയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ഈ മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ട് പോകുമെന്ന തീരുമാനം തന്നെയാണ് മുന്നണി യോഗത്തിൽ അറിയിച്ചിട്ടുള്ളത്. ദേവിക, ശരി, മദ്യനയവുമായി മുന്നോട്ട് പോകുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നു. മദ്യനിർമ്മാണശാലയിൽ നിന്നും പിന്നോട്ടില്ല എന്ന് മുഖ്യമന്ത്രി. ശക്തമായ എതിർപ്പുമായി CPIയും RJDയും രംഗത്തെത്തിയിട്ടുണ്ട്. ടിൻഡുദാസാണ് വിവരങ്ങൾ നൽകിയത്.